ബാക്കിയുള്ള ആളുകൾ എന്ത് കാണുന്നത് ഇതിനൊരു നെഗറ്റീവ് സ്പ്രെഡിലെ കാണുന്നത്. അന്ന് അങ്ങനെ അത് സെല്ല് ചെയ്തിട്ടുണ്ട്. അതുപോലെ ആദ്യത്തെ ഈ 6 മന്ത് ഉള്ളത് ഒരു 8 മന്ത് എടുത്തു. അപ്പോൾ ആൾ എന്നെ ആക്ച്വലി എന്ത് ചെയ്തു, ആദ്യം മുതൽ സെയിൽസിലോട്ട് എന്നെ ഒരു 1 മന്ത് കഴിഞ്ഞപ്പോൾ തന്നെ ആൾ എന്നോട് സെയിൽസിലോട്ട് ഇറങ്ങാൻ പറഞ്ഞു. അപ്പോൾ ഈ ലൈസൻസ് ഇല്ലാതെ സെയിൽസിൽ സർവൈവ് ചെയ്യാം, അവിടുത്തെ ക്ലൈമറ്റിന് കുറച്ച് ടാസ്ക് ആയിരുന്നു. നന്നായിട്ട് സ്ട്രഗിൾ. ഞാൻ ഒരുപാട് വട്ടം ആലോചിച്ചിട്ടുണ്ട് ഇത് വേണോ, കണ്ടിന്യൂ ചെയ്യണോ. കാരണം ആക്ച്വലി ഒരു ദിവസം ആ സമയത്ത് ഒരു ദിവസം എനിക്ക് ഉറങ്ങാൻ പേടിയായിരുന്നു. പിറ്റേ ദിവസം രാവിലെ മാനേജറെ മുന്നിൽ പോയിരിക്കണം. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജ് സെയിൽസിന് ഞാൻ മനസ്സിലാക്കിയത് ഏത് സെയിൽസിനാണെങ്കിലും 6 മന്ത് നമുക്ക് ഗ്രേസ് പീരീഡ് കൊടുക്കണം ഒന്ന് സർവൈവ് ചെയ്യാനുള്ള. അങ്ങനെ ആ സമയങ്ങൾ ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു. എൻ്റെ ഉപ്പാടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആളോട് വിളിച്ചിട്ട് ഞാൻ സംസാരിച്ചു. എനിക്ക് ഇതിങ്ങനെ ഞാൻ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങൾ ഞാൻ ഒന്ന് ക്വിറ്റ് ചെയ്താലോ ഒന്നുമില്ല. അപ്പോൾ ആൾ എന്നോട് പറഞ്ഞത് ഇനി ഒരു കാര്യം ചെയ്യുക, അറ്റ്ലീസ്റ്റ് ലൈസൻസ് കിട്ടണവരെങ്കിലും ഇനി ഒന്ന് പിടിച്ച് നിൽക്കാൻ നോക്കാം. കാരണം ആ രീതിയിലാണ് സാർ എന്നെ ട്രീറ്റ് ചെയ്തത്. പക്ഷേ അപ്പോൾ ആ ഒരു വാക്കിൻ്റെ പുറത്ത് ഞാൻ എന്ത് ചെയ്യും, ഓക്കെ എന്ത് എന്നാലും ഞാൻ ലൈസൻസ് എടുത്തിട്ട് നിൽക്കാം. അതുവരെ ആക്ച്വലി ബാഡ് പെർഫോമർ ആയിരുന്നു. കമ്പനിയുടെ 10 സെയിൽസ്മാൻമാരിൽ ഏറ്റവും മോശം സെയിൽസ്മാൻ ആയിരുന്നു ഞാൻ. പക്ഷേ ഫൈനലി ഒരുപാട് സ്ട്രഗിൾ ഉണ്ടായിരുന്നു ലൈസൻസ്. അതന്നെ ഒരു ലോങ് സ്റ്റോറി ആയി ലൈസൻസ് എടുക്കാം എന്നുള്ളത്. പക്ഷേ അങ്ങനെ ലൈസൻസ് കിട്ടിയ ശേഷം ആക്ച്വലി കാര്യങ്ങളൊക്കെ ഒന്ന് മാറി. കാരണം എന്താണെന്നറിയില്ല, ഞാൻ അതുവരെ എടുത്ത എഫേർട്ടിൻ്റെ റിസൾട്ടാണെന്നറിയില്ല. എനിക്ക് എല്ലാ റിസൾട്ടുകൾ പിന്നെ പെട്ടെന്ന് ക്ലോസിങ് തരാൻ തുടങ്ങി. ഞാൻ നല്ല രീതിയിൽ സെയിൽ ക്ലോസിങ് തുടങ്ങി. അങ്ങനെ ആ വർഷത്തെ അത് ഞാൻ കംപ്ലീറ്റ് ചെയ്ത ഫസ്റ്റ് ഒരു ഇയർ ലൈസൻസ് കിട്ടി കഴിഞ്ഞ ശേഷം ഫസ്റ്റ് ഇയർ തന്നെ ആ കമ്പനിയിലെ ബെസ്റ്റ് സെയിൽസ് എക്സിക്യൂട്ടീവ് അവാർഡ് എനിക്ക് ലഭിച്ചു. അപ്പോൾ ഈ സാറ് എനിക്കിപ്പോഴും ഉണ്ട്. സാറ് ഇങ്ങനെ ഗ്രൂപ്പിൽ വാട്സപ്പിൽ സ്റ്റോറി ഇട്ടു, എ ജേർണി ഓഫ് സംവൺ ടു നമ്പർ 1 എന്ന രീതിയിൽ. ഞങ്ങൾ ടീം മെമ്പേഴ്സിൻ്റെ ഗ്രൂപ്പ് ഫോട്ടോ വരുന്നു, അത് കഴിഞ്ഞിട്ട് എൻ്റെ സിംഗിൾ ഫോട്ടോ ഇട്ടിട്ട് ആ രീതിയിൽ ബെസ്റ്റ് അവാർഡ് കിട്ടുന്നു. അങ്ങനെ അത് ഞാനും കമ്പനിയിൽ എസ്റ്റാബ്ലിഷ്ഡായി.